MES College of Engineering and Technology കുന്നക്കര APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. അങ്കമാലിയിൽ ലോക സർപ്പ ദിനാചരണം സംഘടിപ്പിച്ചു. അങ്കമാലി നഗരസഭയുടെയും സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ലോക സർപ്പ ദിനാചരണം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. പാമ്പുകളെക്കുറിച്ച് മനുഷ്യർക്കുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന് അനുയോജ്യമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. പരിസ്ഥിതി സംരക്ഷണത്തിനും വിളകൾക്ക് ദോഷകരമായ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലുമൊക്കെ നിർണായക പങ്കുവഹിക്കുന്ന ജീവികളാണ് പാമ്പുകളെന്നും അതിനാൽ പാമ്പിനെ മനുഷ്യന്റെ ശത്രുവായി കാണരുതെന്നും ചെയർമാൻ അഭിപ്രായപ്പെട്ടു. പാമ്പിന്റെ ഒരു പ്രാധാന്യം നമ്മൾ എല്ലാവരും തിരിച്ചറിയണം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, പാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, പാമ്പാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ജീവി, പാമ്പാണ്. അതുപോലെ തന്നെ ഏറ്റവും നിസ്സഹായനായ ജീവി, സഹതാപർപ്പിക്കുന്ന ഒരു ജീവി പാമ്പാണ്. കാരണം എന്താ? പാമ്പിന് കാലില്ല, കൈയില്ല, അത് ഈ ഭൂമിയിലൂടെ എഴഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിയാണ്. അപ്പൊ പാമ്പ് ശരിക്കും ഏറ്റവും സഹതാപർപ്പിക്കുന്ന ഒരു ജീവി കൂടിയാണ്. അപ്പോൾ ഈ പാമ്പ് എന്റെ പ്രാധാന്യം എന്താണെന്നിപ്പോ മുനിസിപ്പൽ ചെയർമാനോട് പറഞ്ഞു, ശ്രീമതി വീണാദേവി പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, ഒക്കെ പറഞ്ഞു. നമ്മൾക്കറിയാം, പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ചില നിയമങ്ങളുണ്ട്. ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിനും ഈ പ്രകൃതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് അതിൻ്റെതായ ചുമതലകളുണ്ട്. പാമ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ലെങ്കിൽ ഒരുപാട് പ്രകൃതിക്ക് ദോഷം വരുന്ന കാര്യങ്ങളുണ്ട്. പാമ്പ് കടിയേറ്റാൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജ് വിദ്യാർത്ഥികൾ നൃത്തരൂപേണ അവതരിപ്പിച്ചു. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് കവാടത്തിൽ വെച്ച് നടത്തിയ ദിനാചരണ പരിപാടിയിൽ നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TY ഏലിയാസ്, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, കൌൺസിലർമാരായ സാജു നരങ്കാടൻ, ബാസ്റ്റൻ ഡി പറക്കൽ, അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ്, സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ ഓഫീസർ വീണാദേവി KR, മോർണിംഗ് സ്റ്റാർ കോളേജ് സുവോളജി വിഭാഗം മേധാവി ലീന ജോസഫ്, വനംവകുപ്പ് സെക്ഷൻ ഓഫീസർമാരായ ബിജു K, സെബാസ്റ്റ്യൻ K, അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ, പരിസ്ഥിതി പ്രവർത്തകനായ തോമസ് കോതമംഗലം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.